ചെറുപുഴ പഞ്ചായത്തിൽ ഒട്ടേറെ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംഗീകരിച്ചിട്ടുണ്ട്. പുളിങ്ങോം ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു 50 ലക്ഷത്തിൻ്റെ പദ്ധതി ഇതിൽ അംഗീകരിച്ചിട്ടുണ്ട്. ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം ടൗൺ സൗന്ദര്യവൽക്കരണത്തിനായി സംസ്ഥാന ബജറ്റിൽ 50 ലക്ഷം രൂപ വകയിരുത്തി. മലയോര മേഖലയിലെ പ്രധാന വ്യാപാര സേവന കേന്ദ്രങ്ങളിലൊന്നായ പുളിങ്ങോത്തിന്റെ വികസനത്തിന് ഇത് പുതിയ ഉണർവ് പകരുമെന്നാണ് പ്രതീക്ഷ. ടൗൺ സൗന്ദര്യവൽക്കരണത്തിനായി പ്രത്യേക തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം ജമീല കോളയത്ത് വി കുഞ്ഞികൃഷ്ണൻ MLAക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് MLAയുടെ ഇടപെടലിലൂടെ സംസ്ഥാന ബജറ്റിൽ 50 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയത്. ബജറ്റ് പ്രഖ്യാപനം പ്രദേശവാസികൾക്ക് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്നതാണെന്ന് വാർഡംഗം ജമീല കോളയത്ത് പറഞ്ഞു. പദ്ധതിയിലൂടെ പുളിങ്ങോം ടൗണിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും പൊതു സൗന്ദര്യവും മെച്ചപ്പെടുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ കന്നി ബജറ്റ് ഇന്നലെ സംസ്ഥാനത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു അവസരത്തിലാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികൾക്ക് ഫണ്ട് ഇന്നലത്തെ ബജറ്റിൽ MLAയുടെ ശുപാർശ പ്രകാരവും പഞ്ചായത്തിൻ്റെ ശുപാർശ പ്രകാരവും അനുവദിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ വളരെ വികസന മുരടിപ്പോട് നിൽക്കുന്ന മലയോര മേഖലയിലെ ഒരു പഞ്ചായത്തിൻ്റെ എന്ന അടിസ്ഥാനത്തിൽ കിഴക്ക് ഭാഗത്ത് ഉള്ള പുളിങ്ങോം ടൗൺ, അതിൻ്റെ ഭാഗമായി ടൗൺ സൗന്ദര്യവൽക്കരണവും നവീകരണവും ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 6/6/2026 ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ നിവേദനം സമർപ്പിക്കുകയും MLA അത് വളരെ സ്വീകാര്യതയോടുകൂടി അതിനെ പരിഗണിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ന് പുളിങ്ങോം ടൗണിന് 50 ലക്ഷം ഇന്നലത്തെ ബജറ്റിൽ അനുവദിച്ചു എന്ന് അറിയിച്ചിരിക്കുകയാണ്. മറ്റ് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പാലാവാൽ ടൗണെല്ലാം വളരെ ഭംഗിയായി കിടക്കുമ്പോൾ നമ്മുടെ പുളിങ്ങോം പ്രദേശം ആ രീതിയിൽ തന്നെ ഭംഗിയാക്കി കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും വ്യാപാരികളും എല്ലാ വിഭാഗം ആളുകളും ആവശ്യപ്പെടുന്ന ഒരു ആഗ്രഹമായിരുന്നു. ഏതായാലും ഈ ബജറ്റിൽ സംസ്ഥാന സർക്കാർ പുളിങ്ങോം ടൗണിന് അനുവദിച്ച ഫണ്ടിന് ബജറ്റിനെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ നമുക്ക് ബജറ്റിലൂടെ അനുവദിച്ചിരിക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് ഈ പദ്ധതികളെല്ലാം നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കണമെന്നുള്ള താല്പര്യത്തോട് തന്നെയാണ് ഇപ്പോൾ ഭരണസമിതി ഉള്ളത്. ഏതായാലും MLAക്കും അതുപോലെ മുൻ സർക്കാരിൻ്റെ കീഴിൽ ഈ പദ്ധതി കഴിഞ്ഞ ബജറ്റിലും അവതരിപ്പിച്ചതാണ്. കഴിഞ്ഞ ബജറ്റിൽ ടോക്കൺ എന്നുള്ള രീതിയിൽ മുൻ MLA ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ ബജറ്റിൽ അവതരിപ്പിച്ചിരുന്നു. എങ്ങനെയായാലും നമ്മുടെ ഈ ബജറ്റിൽ 50 ലക്ഷം രൂപ മാറ്റിവെച്ചത് പുളിങ്ങോം പ്രദേശവാസികൾക്കും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷമാണെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.